പക്ഷേ ഞാനിപ്പോൾ നിൽക്കുന്നത് ആറ്റുകാൽ മിത്രപുരത്താണ്. ഇന്നലെ ഈ പ്രദേശത്തെ ഈ പൈപ്പിൻ്റെയൊക്കെ ചോട്ടിൽ വലിയ ആൾത്തിരക്ക് ഇന്നലെ നമ്മൾ കണ്ടതാണ്. എന്തായാലും ഇന്നിപ്പോൾ വെള്ളം എത്തിയിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ചേട്ടാ, ഇന്നിപ്പോൾ എപ്പോഴാണ് വെള്ളം വന്നത്? രാത്രിയേ ഉണ്ട്. രാത്രി ഒരു 1 മണിയൊക്കെ എല്ലാം വെള്ളം വന്നിട്ടുണ്ടായിരുന്നു. ഇന്നലെയൊക്കെ ഇവിടെ നൂല് പോലെ വരുന്നുകൊണ്ടിരുന്ന വെള്ളമാണ്. ഇന്ന് ഇത്തിരി സ്പീഡുണ്ട്. ബുദ്ധിമുട്ടി ഒരുപാട് ആളുകൾ ഇന്ന്, അല്ലെങ്കിൽ ഇന്ന് ഒരു മനുഷ്യരും ഇല്ല. വെള്ളം എല്ലായിടത്തും ഉള്ളതുകൊണ്ട് ഒരു മനുഷ്യരും ഇല്ല. ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ എങ്ങനെയായിരുന്നു? വെള്ളം വിലയ്ക്ക് വാങ്ങിയോ? വിലയ്ക്ക് വാങ്ങി കുടിച്ചവരുണ്ട്, അല്ലാതെ ദൂരെ നിന്ന് വന്ന് പൈപ്പുകളിലും വെള്ളങ്ങളിലും വന്ന് എടുത്തോണ്ട് പോകുന്നവരുണ്ട്. ഇതെല്ലാം ഒരു നല്ല ആളായിരുന്നു ഇന്നലെ ഇവിടെ ഈ ഭാഗത്ത്, നല്ല ആളായിരുന്നു. ഇന്നിപ്പോൾ ആൾ കുറഞ്ഞു. ഇന്ന് ആളില്ല. പൊതുവെ വെള്ളം വന്നിട്ടുണ്ട്. ഒരുമാതിരിപ്പെട്ട എല്ലാ വീടുകളിലും വന്നിട്ടുണ്ട് വെള്ളം. വെള്ളം എത്തി. ഓ, ഈ 4 ദിവസമായിട്ടുള്ള ബുദ്ധിമുട്ട് ഒരുപാട് ബുദ്ധിമുട്ടായിരുന്നു ഈ 4 ദിവസവും നമുക്ക്. ഇവിടുത്തെ ആളുകളൊക്കെ എങ്ങനെയായിരുന്നു? എവിടെ നിന്നായിരുന്നു വെള്ളം എടുക്കാനും? ഇവിടെ ഈ പൈപ്പിനെ ആശ്രയിക്കാനൊക്കെ ഉള്ളൂ. ഇവിടെ ഇരിക്കുന്ന ഈ പൈപ്പ് കഴിഞ്ഞ ദിവസം വെള്ളം ഇല്ലായിരുന്നല്ലോ. ഇല്ല. ഇന്ന് 4 ദിവസം ചെറിയ രീതിയിൽ നൂല് പോലെ വരുമായിരുന്നു. ആ വെള്ളം എടുക്കാനാണ് ഇത്രയും ഭയങ്കര കൂട്ടം. എന്നുവെച്ചാൽ ഈ ഏരിയയിലുള്ളവർക്ക് ആർക്കും വെള്ളമില്ല. കുഴൽക്കിണർ ഉള്ളവരും ചിലപ്പം അവർ വെള്ളം എടുക്കും. ബാക്കിയുള്ളവരെല്ലാം ബുദ്ധിമുട്ടുന്ന, പാവങ്ങളെല്ലാം ബുദ്ധിമുട്ടാണ് ഈ പൈപ്പിനാണെങ്കിലും ആശ്രയിക്കുന്നത്. അങ്ങനെ നല്ല രീതിയിൽ ഇന്ന് ഇപ്പോൾ വീട്ടിൽ വെള്ളമുണ്ട്. സ്വാഭാവികമായിട്ട് ആവശ്യത്തിന് വെള്ളമുണ്ട്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ 4 ദിവസമായിട്ടുണ്ടായിരുന്ന ബുദ്ധിമുട്ടുണ്ടായിരുന്നല്ലോ. ആയിരുന്നു. ഈ 4 ദിവസവും ഒരുപാട് കഷ്ടപ്പെട്ട ആളുകൾ. വെള്ളം എത്തിയിട്ടുണ്ട്. പക്ഷേ എന്തായാലും ഈ മിത്രപുരത്തെ വീടുകളിലൊക്കെ തന്നെ വലിയ സന്തോഷത്തിൻ്റെ നിമിഷങ്ങളാണ്. കാരണം കഴിഞ്ഞ 4-5 ദിവസമായി പലയിടങ്ങളിലും 7 ദിവസമായിട്ടൊക്കെ വെള്ളമില്ലാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. മുൻകൂട്ടി അറിയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇത്തരത്തിൽ കുടിവെള്ള പ്രശ്നം ഉണ്ടാകുമെന്നുള്ളത്. പക്ഷേ അപ്പോഴും അത് എത്ര ദിവസം നീണ്ടു നിൽക്കുമെന്നുള്ള കാര്യം പലപ്പോഴും അറിയിക്കാത്തത് കൊണ്ട് തന്നെ അത് പൂർണ്ണമായിട്ട് എന്താ പറയുക, വെള്ളം ശേഖരിക്കാനൊക്കെ ഉള്ള ഒരു സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പല വീടുകളിലും കിട്ടുമ്പോൾ വെള്ളം വരുമ്പോൾ ഉണ്ടാകുന്ന ആളുകളുടെ ഒരു മാനസികമായിട്ടുള്ള അവരുടെ രീതിയൊക്കെ നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. അവരുടെ നിലത്തെ അവസ്ഥയൊക്കെ എന്തായാലും അവിടങ്ങളിലൊക്കെ മിത്രാപുരം, അങ്ങനെയാണ് ആ സ്ഥലത്തിന്റെ പേര് ഞാൻ മനസ്സിലാക്കുന്നു, അവിടെയൊക്കെ വെള്ളം വന്നു തുടങ്ങിയിട്ടുണ്ട്. നിലവിൽ പ്രശ്നമില്ല. പൂർണ്ണമായി തന്നെ ശാശ്വതമായി തന്നെ ആ മേഖലയിൽ പ്രശ്നപരിഹാരം ഉണ്ടായിരിക്കുന്നു എന്ന വിവരമാണ് ഗോകുൽ നൽകുന്നത്. ഗോകുൽ നേരത്തെ ആറ്റുകാല് വേറെ സ്ഥലത്ത് നമുക്ക് റിപ്പോർട്ട് ചെയ്യുമ്പോൾ അവിടെയൊന്നും ഈ പറഞ്ഞ പോലെ പ്രശ്നപരിഹാരം ഇല്ലായിരുന്നു. അവിടെ വെള്ളം കിട്ടിയിട്ടില്ല എന്നുള്ള പരാതി ആളുകൾ ആവർത്തിക്കുന്നുണ്ടായിരുന്നു. ഗോകുൽ അടുത്ത സ്ഥലത്തേക്ക് ഗോകുൽ നീങ്ങിക്കോളൂ. നമുക്ക് വട്ടിയൂർക്കാവിലേക്ക് പോകാം. അമൽ തേനമ്പറമ്പിലുണ്ട് വട്ടിയൂർക്കാവിൽ നിന്ന് വിവരങ്ങൾ നൽകാനായിട്ട്. അമൽ, ഞാൻ നമ്മുടെ യൂട്യൂബിൽ പ്രേക്ഷകരൊക്കെ പ്രതികരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരോട് ഈ പ്രശ്നം എവിടെയൊക്കെയാണ് വെള്ളമില്ലാത്തതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ അവരോട് കമൻറ്റ് ചെയ്യാൻ പറഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ കമൻറ്റ് ചെയ്തിരിക്കുന്നത് വട്ടിയൂർക്കാവിൽ നിന്നാണ്. വട്ടിയൂർക്കാവിൽ പലയിടത്തും തന്നെ വെള്ളം വന്നിട്ടില്ല എന്ന് നമുക്ക് തന്നെ ബോധ്യമുണ്ട്. അപ്പോൾ എവിടെയൊക്കെയാണ് വട്ടിയൂർക്കാവിൽ പ്രശ്നമുള്ളത്? അമൽ, എവിടെയാണുള്ളത്? വട്ടിയൂർക്കാവിൽ ഇപ്പോൾ ഞാനുള്ളത് മഞ്ചാടിമൂട് എന്ന് പറയുന്ന സ്ഥലത്താണ്. അത്യാവശ്യം നമുക്ക് കാണാൻ കഴിയും ഉയർന്ന പ്രദേശമാണ്. ഇവിടേക്ക് പമ്പ് ചെയ്ത് വെള്ളം എത്തിക്കാൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. എന്നാൽ നമ്മൾ പൂർണ്ണമായും ഈ പ്രശ്നത്തിനൊരു പരിഹാരമായില്ല എന്നിനി പറയുന്നതിൽ അർത്ഥമില്ല. കാരണം പലയിടങ്ങളിലും വെള്ളം ഇതിനോടകം തന്നെ വന്നിട്ടുണ്ട്. താഴ്ന്ന പ്രദേശങ്ങളിൽ ഭൂരിഭാഗം സ്ഥലങ്ങളിലും വെള്ളം എത്തിത്തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ എല്ലായിടങ്ങളിലെയും പ്രശ്നം പരിഹരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ചേട്ടാ, നിങ്ങളുടെ ഈ പ്രദേശത്ത് ഈ വാഹനം കയറി വരുമ്പോൾ തന്നെ പ്രേക്ഷകർക്ക് മനസ്സിലാകും നല്ല ഉയർന്ന പ്രദേശമാണ്. വെള്ളം വന്നു തുടങ്ങി? ഇല്ല 5 ദിവസമായിട്ടില്ല. ഇല്ല. സ്കൂളിൽ പോവാം. ഇന്നിപ്പോൾ സ്കൂളില്ല. സ്കൂൾ അവധി. ട്യൂഷൻ വിടാൻ വേണ്ടി പോകുന്നു. വീട്ടിലെ ആവശ്യത്തിനുള്ള വെള്ളം എല്ലാം കഴിഞ്ഞ് അവസാനിച്ചിരിക്കും? ഇല്ല, എല്ലാം തീർന്നു. ഇപ്പം എന്ത് ചെയ്യും? അപ്പോൾ വാങ്ങുവാണോ ചെയ്യുന്നത്? 3ാമത്തെ ഒരു വീട്ടിൽ കിണറുണ്ട്, അവിടുന്ന് 2 ബക്കറ്റ് എടുത്തു. അതാണ് ഇത് വട്ടിയൂർക്കാവിലെ പ്രതിസന്ധി. ഇതാണ്, ഇവിടേക്ക് വെള്ളം വരുന്നില്ല എന്ന് പറയുന്നത്. വീട്ടിലെ ആളുകൾ കൂടിയുണ്ട്. ചേട്ടാ, ഇവിടേക്ക് വെള്ളം എത്തുമെന്ന് പറഞ്ഞ സമയമൊക്കെ കഴിഞ്ഞു. ഇന്നലെ ഇപ്പോൾ പറഞ്ഞ സമയമാണ്. അപ്പോൾ വെള്ളം എത്തിയോ? വെള്ളമൊന്നുമില്ല. ഇവിടെ ഒരിടത്തും വെള്ളമില്ല. 4-5 ദിവസം കൊണ്ട് വെള്ളം ഇല്ലാതെ ഇത് എപ്പോൾ എത്തും എന്നുള്ള വല്ല അറിയിപ്പും കോർപ്പറേഷനോ അല്ലെങ്കിൽ ആരെങ്കിലും പറയുന്നില്ല? ഒരു അറിയിപ്പില്ല. പേപ്പറിലൊന്നും അങ്ങനെ ഒരു വിവരങ്ങളും ഇല്ല. ഇതാണ് ഇവിടുത്തെ പറയുന്നത്. ഇവിടുത്തെ പ്രശ്നം ചെറുതല്ല. നമുക്ക് ഇവിടെ പരിസര പ്രദേശങ്ങളിലുള്ള വീടുകളൊക്കെ കാണാൻ കഴിയുന്നുണ്ട്. ഇവിടെ ഈ പ്രദേശങ്ങളിൽ ഒരിടത്തേക്കും വെള്ളം കൃത്യമായി എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ചേട്ടാ, ഈ നിങ്ങളോട് ആരെങ്കിലും എന്തെങ്കിലും പറയുന്നുണ്ടോ എപ്പോൾ ഈ വെള്ളം എത്തുമെന്നുള്ള കാര്യത്തിലൊക്കെ എന്തെങ്കിലും അറിയിപ്പ് വല്ലതും തരുന്നുണ്ടോ? കോർപ്പറേഷനോ അല്ലെങ്കിൽ കൗൺസിലറോ ആരെങ്കിലും എന്തെങ്കിലും പറയുന്നുണ്ടോ? ഇല്ല, ആരും ഒന്നും പറയുന്നില്ല. ഇന്നലെ വൈകുന്നേരം പ്രശാന്ത് MLA-യുടെ വാർത്ത ഇതുണ്ടായിരുന്നു. ഇതുപോലെ ഇന്ന് എല്ലായിടത്തും ഇന്ന് വെള്ളം കിട്ടും എന്നുള്ള
രീതിയിൽ പറഞ്ഞു. ഇല്ലാതെ വേറെ ഒന്നും ഇതുവരെ ഒരു അനക്കവും ഇല്ല. 4 ദിവസം കൊണ്ട് കുടിവെള്ളമില്ല, നനപ്പുമില്ല, എഴുപ്പുമില്ല, കുടിയൊന്നുമില്ല. ആ പൈപ്പിലേക്കോ? ആ പൈപ്പ് വരുന്ന പൈപ്പാണ്. ഇവിടെ മറ്റ് പൈപ്പുകളിലൊക്കെ തുറന്നിട്ടുണ്ടെങ്കിൽ വെള്ളം വരുന്ന അവസ്ഥയുണ്ടെങ്കിൽ ഈ പൈപ്പിലൊക്കെ ആണെങ്കിൽ കാറ്റിനപ്പുറത്തേക്ക് ഇവിടെ മറ്റൊന്നും ഈ പൈപ്പിനകത്ത് വരുന്നില്ല. കുറച്ച് കാറ്റുണ്ട് എന്നത് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ ഇവിടേക്ക് ഇനി എപ്പോൾ വെള്ളം എത്തിക്കാൻ കഴിയും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അധികം വൈകില്ല എന്നുള്ളതാണ് നമ്മൾ അന്വേഷിക്കുമ്പോൾ അറിയാൻ കഴിയുന്നത്. പക്ഷേ അത് എപ്പോൾ എന്നുള്ള കാര്യത്തിൽ ഒരു ഉറപ്പും അവർക്ക് പറയാൻ കഴിയുന്നില്ല. കാരണം ഈ ടാങ്കിലേക്ക് വെള്ളം അടിച്ചു കയറ്റി അവിടെ നിന്നും പമ്പ് ചെയ്യുകയാണെങ്കിൽ വേഗത്തിൽ വെള്ളം എത്തിക്കാൻ കഴിയുമായിരുന്നു. അല്ലെങ്കിൽ നല്ല ഫോഴ്സിൽ വെള്ളം ഇവിടേക്ക് എത്തിയാൽ. ഇതിപ്പോൾ പ്രതിസന്ധി എന്ന് പറയുന്നത് വാൽവിലൂടെ നേരിട്ട് പൈപ്പിലൂടെ നേരിട്ടാണ് വെള്ളം വരുന്നത്. ഉയർന്ന ടാങ്കിൽ നിന്നും താഴേക്ക് വെള്ളം വരുന്ന ഒരവസ്ഥയല്ലേ ഉള്ളത്. ആ ഒരു പ്രതിസന്ധിയാണ് നിലനിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷേ കുറെ പേര് ഇങ്ങനെ പറയുന്നുണ്ട്, അതായത് അവധി പ്രഖ്യാപിച്ചാലും കുട്ടികൾ വീട്ടിലാണ്, കുറച്ചുകൂടി ആവശ്യങ്ങളൊക്കെ കൂടുകയും ചെയ്തൊരു സാഹചര്യമുണ്ട്. അല്ലെങ്കിൽ അവർ സ്കൂളിൽ പോയി അവരുടെ ആവശ്യങ്ങൾക്കുള്ള വെള്ളം അങ്ങനെ കിട്ടുമെന്നുള്ള പ്രതീക്ഷ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൂടി ആളുകൾക്ക് തിരിച്ചറിയാവുന്നുണ്ടാവും അല്ലേ ഒരു തരത്തിൽ? അതായത് പ്രശ്നം ഇന്നലെ ഈ വെള്ളം രാത്രിയോടുകൂടി വെള്ളവിതരണം പുനഃസ്ഥാപിക്കാൻ കഴിയുമെന്നൊരു ആത്മവിശ്വാസം പ്രകടിപ്പിച്ചുകൊണ്ട് രാത്രി 10 മണിക്ക് നമ്മൾ മേയർ സംസാരിക്കുന്നു. അതോടൊപ്പം തന്നെ മന്ത്രി അടക്കമുള്ളവർ സംസാരിച്ചതാണ്. പക്ഷേ അങ്ങനെ വെള്ളം വരുമെന്ന് കൃത്യമായി അവർക്ക് അറിയാമായിരുന്നുവെങ്കിൽ എന്തുകൊണ്ട് അവധി കൊടുത്തു എന്നൊരു ചോദ്യം കൂടി നിലനിൽക്കുന്നുണ്ട്. പക്ഷേ അവധി കൊടുക്കേണ്ട അനിവാര്യത നിലനിൽക്കുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളതാണ് ഇപ്പോൾ ഈ വട്ടിയൂർക്കാവിൽ നിന്നല്ല നമുക്ക് മനസ്സിലാവുന്നത്. ചില പ്രദേശങ്ങളിൽ വെള്ളം എത്തിയിട്ടുണ്ട്, പക്ഷേ എത്താത്ത സ്ഥലങ്ങൾ ഇനിയും അവശേഷിക്കുന്നു എന്നുള്ളതാണ്. കുട്ടികളെല്ലാം വീട്ടിൽ തന്നെ ഇരിക്കുമ്പോൾ ഈ വെള്ളമൊക്കെ എത്താതെ ഇങ്ങനെ എത്ര ദിവസം കഴിഞ്ഞു പോകാൻ കഴിയുമെന്നുള്ളതാണ്. മാത്രമല്ല ഈ നഗരപരിധിയിൽ അവധി കൊടുത്തിരിക്കുന്നതിൻ്റെ കാര്യം കൂടി ചില ആളുകൾ പറയുന്നുണ്ട്. ഈ നഗരപരിധിക്ക് പുറത്തുള്ള സ്കൂളുകളിലേക്ക് പഠിക്കുന്ന, നഗരസഭയ്ക്ക് പുറത്ത് പഠിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ട്. അവർക്കൊക്കെ പോകേണ്ടി വരും. പക്ഷേ ഈ പറയുന്ന വെള്ളമില്ലാത്ത പ്രതിസന്ധി അതിജീവിച്ച് വേണം അവർക്കൊക്കെ പോകാൻ. ചേട്ടാ, കഴിഞ്ഞ 2-3 ദിവസങ്ങളായി നിങ്ങൾ നേരിടുന്ന ബുദ്ധിമുട്ട് കൃത്യമായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. എപ്പോൾ ഒരു പരിഹാരം ഉണ്ടാകുമെന്ന് വല്ലോ ധാരണയുണ്ടോ? ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ എങ്ങനെയാണ് കടന്നുപോയത്? അത് പരിഹാരം ഗവൺമെൻറ്റല്ലേ കാണേണ്ടത്, അല്ലാതെ നാട്ടുകാരോട് ചോദിച്ച് മനസ്സിലാക്കേണ്ട ആവശ്യമില്ലല്ലോ. പരിഹാരം എത്രയും പെട്ടെന്ന് ഉണ്ടാക്കണമെന്നാണ് നമ്മുടെ അഭിപ്രായം. ഇത്രയും ഉയർന്ന പ്രദേശമായതിനാലാണ് ഈ പ്രതിസന്ധി എന്ന് പറയുന്നത്. ഇവിടേക്ക് വെള്ളം കയറുക എന്ന് പറയുന്നത് അത്ര വേഗത്തിൽ നടക്കുന്ന കാര്യമില്ല. താഴ്ന്ന പ്രദേശങ്ങളിൽ പോലും പൈപ്പൊക്കെ തുറക്കുമ്പോൾ നൂല് പോലെയാണ് വെള്ളം വരുന്നത്. അപ്പോൾ അതുകൊണ്ട് അവിടെയുള്ള ആളുകൾ അത്രയെങ്കിലും ആശ്വാസം എന്ന് കരുതുന്നുണ്ട്. പക്ഷേ ഇവിടുത്തെ പ്രതിസന്ധി അതല്ല. ഇവിടെ വെള്ളം വരാൻ ഇനിയും ഇവർക്ക് കാത്തിരിക്കേണ്ടി വരും.